തകർന്ന ഹൃദയത്തിൽ നിന്നുള്ള നിലവിളിയും അത് കേൾക്കുന്ന രക്ഷകനും. ജീവിതത്തിൽ ചില സമയങ്ങളിൽ പലപ്പോഴും നിസ്സഹായരായി നാം പോകാറുണ്ട്. സഹായത്തിനായി വേണ്ടി നാം ഉള്ളുരുകി വിളിക്കുമ്പോൾ ആരും കേൾക്കുന്നില്ല എന്ന് നമുക്ക് തോന്നാം. ഇനി ആരെന്നെ സഹായിക്കും എന്ന് ചോദിച്ച് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളാണ്. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് സങ്കീർത്തനം 34:17 വാക്കുകൾ നമുക്ക് ആശ്വാസം നൽകുന്നത്. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. നമ്മൾ കരയുമ്പോൾ ദൈവം കേൾക്കുന്നു എന്ന് പറയുന്നത് വെറും വാക്കുകളല്ല, അതൊരു ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ തൻ്റെ മാതാവ് ഉടനെ തിരിച്ചറിയുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള വേദനയുടെ ശബ്ദം ദൈവം നിശ്ചയമായും കേൾക്കുന്നു. ഈ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യേശുക്രിസ്തു. അവിടുന്ന് രാജാവായി അല്ല ഈ ഭൂമിയിൽ വന്നത്, മറിച്ച് നമ്മെപ്പോലെ ഒരു മനുഷ്യനായി കഷ്ടതകൾ സഹിച്ചു. താൻ നമ്മുടെ സങ്കടങ്ങൾ കണ്ടു, വിശപ്പറിഞ്ഞു, നമ്മുടെ ഒറ്റപ്പെടലുകൾ അനുഭവിച്ചു. ക്രൂശിൽ വെച്ച് യേശു ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത്? ഇങ്ങനെ നിലവിളിച്ചപ്പോൾ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും ആ നിലവിളിയിൽ ലയിച്ചിരിക്കുന്നു. നമ്മുടെ നിലവിളി അത് നന്നായി മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു രക്ഷകൻ്റെ ചെവിയിലാണ് നമ്മുടെ നിലവിളി എത്തുന്നത്. ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്ന ദുരിതങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ നേരിടുന്ന വെല്ലുവിളികൾ, രോഗം, സാമ്പത്തിക പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ തകർച്ച, ഇതൊക്കെയും ഉണ്ടാകുമ്പോൾ ഈ അവസ്ഥകൾ മാറുമെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ആവശ്യമാണ്. ഈ ഉറപ്പ് നമുക്ക് ക്രിസ്തുവിൽ മാത്രമേ കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ തികഞ്ഞ വ്യക്തി ആകണമെന്നില്ല. നിങ്ങളൊരു മനുഷ്യനാണ്, നിങ്ങൾക്ക് വേദനയുണ്ട്, നിങ്ങൾ നിലവിളിക്കുന്നുണ്ട്, അത്രമാത്രം മതി. നിങ്ങളുടെ നിലവിളി കേൾക്കുവാൻ ഒരാളുണ്ട്, അവൻ്റെ ശക്തി നിന്നെ വിടുവിക്കുവാൻ കഴിയും. ഈ തിരിച്ചറിവ് നമ്മെ പ്രതീക്ഷയിലേക്ക് നയിക്കുന്നു. നമ്മുടെ കഷ്ടതകളിൽ ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നില്ല എന്നുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉറയ്ക്കട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ ഭാരമെല്ലാം മാറ്റിവെച്ച് യേശുവിനോട് സംസാരിച്ചു തുടങ്ങുക. കാരണം നിങ്ങളുടെ ശബ്ദം അവന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഗോഡ് ബ്ലസ് യു.